പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീടും കളിക്കാൻ പോവാണ് റെസിഡൻറ്റ് ഈവിൽ 2. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മുടെ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനെ ഏതൊരു പോലീസുകാരൻ തട്ടിക്കൊണ്ട് പോയിക്കായിരുന്നു. നമ്മളെന്നിട്ട് ആ കൊച്ചിനെ എങ്ങനെയൊക്കെ രക്ഷിച്ചു, പക്ഷെ അത് വീണ്ടും കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ നമുക്ക് ആ കൊച്ചിനെ വീണ്ടും പോയിട്ട് കണ്ടുപിടിക്കണം. അതാ ചെയ്യണ്ടേ. ഓക്കെ, നമുക്കിനി ഈ വഴി കൂടെ പോവണ്ടേ. ആ കൊച്ചെന്നാലും എവിടേക്കാണ് അവ ഓടിപ്പോയേ അതെനിക്കറിയില്ല. നമ്മൾ പക്ഷേ ആ കൊച്ചിൻ്റെ അമ്മേനെ കണ്ടു. ആളുടെ അമ്മ ആളിച്ചിരി പശക കണ്ടിട്ട് ഒരു കള്ള ലക്ഷണമുള്ള പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ? ഇത് സീവറാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഹെർബ് കിട്ടിയിട്ടുണ്ട്, അത് കളക്ട് ചെയ്യാം. ഇതെന്താ സംഭവം? അവിടെ നമുക്ക് എന്തോ വെക്കണം, എന്നാലും ആ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. അവിടെ പക്ഷേ എന്താ വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആ സാധനം എൻ്റെ കയ്യിലില്ല. ഇവിടെ എന്തുണ്ടല്ലോ, ഗൺ പൗഡർ. ഇതൊക്കെ കയ്യിൽ വയ്ക്കാം, ഇതൊക്കെ ആവശ്യം വരും. പ്ലെയറിൻ്റെ മേത്തിപ്പോൾ ആകെ ചളിയിട്ടാ നല്ല തീട്ടത്തിൻ്റെ മണം വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ? ഇതൊക്കെ ഏതാ സ്ഥലം? ഒരു മിനിറ്റ്, ഇതെന്താ സംഭവം? ട്രെയിനാണോ? കണ്ടിട്ട് ഒരു ട്രെയിൻ പോലെ തോന്നുന്നുണ്ട്. ഓ, ട്രെയിനല്ല, കേബിൾ കാറാ. നമ്മൾ മിക്കവാറും അതിലും രക്ഷപ്പെടാ. എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് മേലേക്ക് കയറാം. ഇവിടെ ഒരു റൂമുണ്ട്. അയ്യോ, ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഒന്നല്ല രണ്ടല്ല 3 സോംബീസ് ഉണ്ട്. എല്ലാത്തിനും തീർത്തളയാം. ഇവരെ ഇപ്പോൾ കൊന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നാലും തീർത്തളയാം. ഓക്കെ, 3 എണ്ണത്തിനെ തീർത്ത് കളഞ്ഞേക്കാണ്. ഇവിടെ എന്തേലും ഉണ്ടാ? ബുള്ളറ്റാ, ഫസ്റ്റ് എയ്ഡാ? ഇവിടെ പക്ഷെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ലോക്കറുണ്ട്. ഇവന്മാർ വീണ്ടും എനിറ്റാ. ഇവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. ഓ, നമുക്ക് ഇവിടുന്ന് ഓടിപ്പോയായിരുന്നു. ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചാവങ്ങോട്ട്. അവിടെ ചാവടാ. നിനക്ക് എന്തോരം ബുള്ളറ്റ് വേണം? ഇവിടെ എന്തുണ്ടല്ലോ? ഓ, മറ്റേ ഫ്ലെയിം ത്രോവറിൻ്റെ ബുള്ളറ്റാ. അത് നമുക്ക് കയ്യിൽ വയ്ക്കാം. ഒരെണ്ണം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊരു 3-4 വേണം. ഇവിടെ അടിയിൽ ഒരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. അവന്മാർ പക്ഷേ വീണ്ടും മിനിറ്റു. അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പിന്നെ ചെറിയൊരു കട്ട് സീനുണ്ട്. എന്താ ഉണ്ടാവണമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോൾ വല്ല ബോസ് ഫൈറ്റ് ആവോ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഏയ്, ദേ ആ കൊച്ച്. ഇവളിപ്പോ എവിടെയാ? എടെ ശരി മോളെ, ഇങ്ങോട്ട് നോക്കിയേ. അവിടെ പിന്നെ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയിൽ സംസാരിക്കുക. ഈ പെണ്ണ് ആരോടാ സംസാരിക്കണേ? ഓ, മനസ്സിലായി. ഈ പെണ്ണ് അവളുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കണേ. അവളുടെ അമ്മ ഈ പെണ്ണിനെ അവിടെ കൂട്ടിയിട്ട് പോയിക്ക. ഇതെന്താണ്ടായേ? ആ കൊച്ച് ബോധം ഇങ്ങോട്ട് വീണു. അതെ, നമുക്ക് ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം കേട്ടാ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതെന്താ സംഭവം? ചെസ്സിന് കരുവാ? ഇതെന്തത് സംഭവം? എന്തൊരു മെയിൻ സ്വിച്ചാ? ഇവിടെ ഒരു പേപ്പർ ഉണ്ട്. ഈ പേപ്പർ വെച്ച് നോക്കാം. അൺലോക്കിംഗ് ദ യു ഏരിയ ഡോറ്. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഫൈൻഡ് ദ പ്ലഗ്സ്. ശരി, ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. പ്രെറ്റി ഷുവർ ദ റൂക്ക് ആൻഡ് നൈറ്റ് ആർ ഓൺ ദ സെയിം വാള്. ബിഷപ്പ് ആൻഡ് ക്യൂൻ ആർ ഇൻ ദ നെക്സ്റ്റ് ടു ഈച്ച് അതർ. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് പിന്നെ ഒരു പസിലാ. ഈ പസിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും, എന്നാലേ ആ ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഇത് പിന്നെ ഓരോ ഫ്ലഗാണ്. അത് ചെസ്സിൻ്റെ രൂപത്തിലാണ് കൊടുത്തേക്കണത്. ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ട് അവിടെ? ഇവിടെ 3 ഉണ്ട്. നമുക്കപ്പോൾ ബാക്കി 3 കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലായി. നമുക്കപ്പോൾ ബാക്കി 3 കൂടി കണ്ടുപിടിക്കാം. ഇവിടെ ഒരു വഴിയുണ്ട്. ഈ ലിവർ താഴ്ത്തിക്ക് വെക്കാം. ഇതുകൊണ്ട് ഇപ്പം ദൂരം സംഭവിക്കാൻ പോണേ. ഓ, ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജ് താഴ്ത്തിക്ക് വന്നു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്.
നമുക്കപ്പോൾ ഈ വഴി കൂടെ പോവാം. ഇതൊക്കെ ഏതാണോ സ്ഥലം അതെനിക്കറിയില്ല. നമുക്ക് ഇങ്ങോട്ടേക്കാണോ പോകേണ്ടത്? ഇങ്ങോട്ട് പോയി നോക്കാം. അതേ കേബിൾ കാറ്. നമുക്ക് ഈ വണ്ടിയിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഇവിടെ എനിക്ക് എന്തോ ടൂള് കിട്ടി. ID wrist band required for കേബിൾ കാർ എൻട്രി. അത് ശരി, നമുക്ക് എന്തോ ഒരു റിസ്റ്റ് ബാൻഡ് വേണം. അതുണ്ടെങ്കിൽ ആ ഡോർ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്താ എഴുതിയേക്കണത്? ഹീറ്റ് റെസിസ്റ്റൻ്റ് സേഫ് കോമ്പിനേഷൻ ഇസ് റിട്ടൺ ഓൺ ദ സൈഡ് ഓഫ് ദ സേഫ്. എന്തോ സേഫിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും സേഫ് ഉണ്ടോ? മറ്റേ ലോക്കറില്ലേ, ഇവിടെ എവിടെയെങ്കിലും ലോക്കർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഒരു മിനിറ്റ്, ആ അറ്റത്ത് ഒരു ലോക്കറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കാര്യം പറയണ്ടാവുക. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഈ ലോക്കറിൻ്റെ പാസ്വേഡ് പക്ഷേ എത്രയെന്ന് എനിക്കറിയില്ല. നിക്ക്, ഇതെന്തത്? ഈ ലോക്കറിൻ്റെ പാസ്വേഡ് ലോക്കറിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ശരി, അത് കൊള്ളാം. 212 8 അതാണ് ഈ ലോക്കറിൻ്റെ പാസ്വേഡ്. 212 8. ഓക്കെ, പാസ്വേഡ് അടിച്ചേക്കാണ്. ഈ ലോക്കർ ഓപ്പണായി. എന്താ കിട്ടിയേ? ഇതെന്താ സംഭവം? ഏതൊരു ഗണ്ണിൻ്റെ അറ്റാച്ച്മെൻറ്റാ? നമ്മുടെ ഗണ്ണുമ്മ വയ്ക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ ഗണ്ണുമ്മ വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ വേറൊരു ഗണ്ണുണ്ട്, അതൊരു റിവോൾവറാ. ചിലപ്പോൾ അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആവും. നമ്മൾ പക്ഷേ റിവോൾവർ കൈപ്പിടിക്കില്ല. ഈ റിവോൾവർ റീലോഡ് ആവാനായിട്ട് കുറേ ടൈം എടുക്കും. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇൻവെൻട്രി ഇല്ലേ, അത് ഫുള്ളായിക്കാ. നമുക്കിനി അത് പോയിട്ട് ക്ലിയർ ആക്കണം. ഓക്കെ, ഇവിടെ ഞാൻ ഇൻവെൻട്രി ഒക്കെ ക്ലിയർ ചെയ്തേക്കാണ്. നമുക്കിനി ഈ വഴി കൂടെ പോവാം. ഈ വഴി എങ്ങോട്ടേക്കാണ് പോണേ? അടിയിൽ പിന്നെ സോംബേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും തീർത്ത് കളയാം. ഇങ്ങോട്ട് വാ. എല്ലാവരും ഓരോന്ന് ബുള്ളറ്റ് വെച്ചെടുത്തോ. ഇവരെന്താ ചാവാത്ത? അങ്ങോട്ട് കുറേ ബുള്ളറ്റ് വേണം അവർക്ക്. ഇവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് നേരത്തെ ഒരു ടൂള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇത് തുറക്കാൻ പറ്റുണ്ടോ? ലെറ്റ്സ് ഗോ. ഓക്കെ, ഈ ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്തേക്കാണ്. പതുക്കെ മുന്നിലേക്ക് നീങ്ങാം. പക്ഷെ എൻ്റെ പൊന്നു, ഇത് ഏതാ സ്ഥലം? കണ്ടിട്ട് പേടിയാവുണ്ട്. ഇവിടെ വല്ല മോൺസ്റ്റർ ഉണ്ടാവുമോ? അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഒരു താക്കോല് കിട്ടി. ഈ താക്കോല് എവിടെയാണോ യൂസ് ചെയ്യുക അതൊന്നും എനിക്കറിയില്ല. ഇവിടെയും മറ്റേ ഡോറുണ്ട്. ഇത് പക്ഷെ തുറക്കാൻ പറ്റില്ല. ഈ സാധനം കേടായി. ഇവിടെ ഇപ്പം നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം. അടിയിൽ ഇച്ചിരി സീനാണ് കേട്ടോ. ദിസ് പ്ലേസ് ഇസ് ക്രീപ്പി. അതന്നെയാ, ക്രീപ്പിയാണ്. അയ്യോ, അവിടെ എന്തുണ്ടല്ലോ. ഇതേപോലത്തെ കുറേ സംഭവങ്ങളുണ്ടാവും. നമുക്ക് പതുക്കെ അങ്ങ് പോവാം. പോരാത്തന്നെ കുറേ സോംബീസ് ഇവിടെ ചത്ത് കിടക്കുന്നുണ്ട്. ഇത് പിന്നെ സീവറാണ് കേട്ടോ. ഇതൊക്കെ മറ്റേ തീട്ടത്തിൻ്റെ വെള്ളം. അയ്യോ, ഇതെന്താ സംഭവം? ഒരു മിനിറ്റ്, എൻ്റെ വായലേക്ക് ബോംബ് വയ്ക്കാം. എൻ്റെ പൊന്നടാ, ചാവങ്ങോട്ട്. ഇതന്നെ വീണ്ടും പിടിച്ചല്ലോ. എന്നാ ഒരു ബോംബ് കൂടി വെച്ചോ, തിന്നങ്ങോട്ട്. ഇത് പിന്നെ പെട്ടെന്ന് ചാവില്ല കേട്ടോ. കണ്ണുമ്പളേക്ക് വെടിവെക്കാം. ചത്തു. ആ കണ്ണുമ്പളേക്ക് ആദ്യം വെടിവെച്ചാൽ മതിയായിരുന്നു. ഇവിടത്തെ വേറെ ഉണ്ട്. ഇതിൻ്റെ കണ്ണുമ്പളേക്ക് വെടിവെക്കാം. അതിൻ്റെ കണ്ണ് പക്ഷെ കാണാനില്ല. കണ്ടു കഴിഞ്ഞാൽ അതുമ്പളേക്ക് വെടിവെക്കാം. അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ഗ്രനേഡൊന്നുമില്ല. ഇപ്പം നൈസായിട്ട് പണിപ്പാളി. അതെന്താ ചെയ്യണേ? ഇങ്ങോട്ടേക്ക് വരണ്ട. ഇതിനങ്ങ് തീർത്തളയാം. അത് പക്ഷെ ചത്തിട്ടില്ല. ഞാൻ എങ്ങനെയൊക്കെ സൈഡിൽ കൂടെ പോയി. ഞാനിനി ഈ വഴി കൂടെ വരുന്നേ ഇല്ല. അവിടെ വേറെ ഒരെണ്ണുണ്ട്. ഇനിയിപ്പോൾ വന്നിട്ടും കാര്യമൊന്നുമില്ല. ഞാനത് മേലേക്ക് കയറി ഓടന്ന്.
അത് ദേ വെള്ളത്തിൽ മുങ്ങി. എന്തെങ്കിലും ആട്ടെ. ഇവിടെ പിന്നെ ഒരു റൂമുണ്ട്. സോംബീസ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ സോംബീസ് ഇല്ല. നമുക്ക് പതുക്കെ മേലേക്ക് കയറാം. ഒരു മിനിറ്റ്, ഇത് ഏതാ സ്ഥലം? ജയിലാണോ? ഇവിടെ മറ്റേ സംഭവം ഉണ്ട് കേട്ടാ, കിങ് ഫ്ലഗ്. നമ്മുടെ കയ്യിൽ പക്ഷേ കിങ് ഇല്ല. കിങ് ഉണ്ടെങ്കിൽ അത് വർക്കാവുള്ളൂ. നമുക്കപ്പോൾ കിങ് പോയിട്ട് കണ്ടുപിടിക്കാം. ആ ഡോർ പിന്നെ ലോക്കാ. ഇതെന്തത്? ഓ, ഒരു ഫ്ലഗ് കിട്ടി. ഇത് ക്യൂനാന്ന് തോന്നുന്നുണ്ട്. ആ, അത് ക്യൂനാ. അതെടുത്തപ്പോൾ ആ ഡോർ അടഞ്ഞു. ഇവിടെ എന്താ ഉള്ളത്? ക്യൂൻ ഫ്ലഗ്. നേരത്തെ കിട്ടിയ സാധനം ഇവിടെ കുത്തി. അന്നേരം ഈ ഡോർ ഓപ്പണായി. അവിടെ എന്തെങ്കിലും വയ്ക്കണോ? ആ, നമുക്ക് ഇവിടെയും മറ്റേ കിങ് വയ്ക്കണം. അതിൻ്റെ അകത്ത് പക്ഷേ ഒരു വെപ്പൺ ഉണ്ട് കേട്ടാ. വെപ്പണം തോന്നുന്നുണ്ട്. അയ്യോ, ഒരു സോംബി അടിയിലേക്ക് വീണു. ആ, ഇവിടെ ഇപ്പോൾ നമുക്ക് കിങ്ങിൻ്റെ കിട്ടേക്കാണ്. അത് നമുക്ക് അടിയിൽ പോയിട്ട് കുത്താം. ലെറ്റ്സ് ഗോ. ഇതിപ്പോൾ അവിടെ നിന്ന് വന്നേ. ഓ, നമ്മളങ്ങ് കടിച്ചു. അതൊട്ടും ശരിയായില്ല ഏട്ടാ. പെണ്ണുങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. ആ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനെന്തിട്ടറിയാ. ഇതിനെ കൂടെ ഭയങ്കര ശല്യമല്ലോ. എത്ര വെടിച്ചാലും ചാവില്ല. ആ, ഇപ്പോൾ ചത്തു. ഇവിടെ മറ്റേ ഹെർബ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ആ, നമുക്ക് പിന്നെ കിങ്ങിൻ്റെ കിട്ടിയില്ലേ. ആ കിങ്ങിൻ്റെ പോയിട്ട് അവിടെ കണക്ട് ചെയ്യാം. ഇത് വർക്കാവില്ലേ? ആ, വർക്കായി. ഈ ഗേറ്റ് ഓപ്പണായി. നമുക്കിത് പുതിയ വെപ്പൺ കിട്ടി. സ്പാർക്ക് ഷോട്ട്. മറ്റേ എന്താ പറയുക, കറണ്ടിൻ്റെ ഗണ്ണാന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഈ ഫ്ലഗ് നമുക്ക് ഊരെടുക്കാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ആ മറ്റേ സ്ഥലത്ത് പോയിട്ട് കുത്തണം. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോവുക. ഈ സാധനം ഊരിക്കഴിഞ്ഞാൽ ഈ ഡോർ അടയും. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് തുറക്കും. പക്ഷെ നമുക്ക് ആ ഫ്ലഗ് വേണം. ഫ്ലഗിലാണ് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കിങ്ങിൻ്റെ കുത്താം. ഇതും ഒരു ചെറിയ പസിലാണ്. ഇനി നമുക്ക് ക്യൂനെടുക്കാം. ക്യൂനെടുത്തിട്ട് ഈ വഴി കൂടെ പോവാ. എന്നിട്ട് ആ കിങ് അങ്ങ് എടുക്കുക. ആ, ഇപ്പോൾ ശരിയാന്ന് തോന്നുന്നുണ്ട്. ശരിയായില്ലേ? ആ, ശരിയായി. അയ്യോ, നമുക്കിനി വന്ന വഴി തന്നെ തിരിച്ചു പോകണം. ഇവിടെ മറ്റേ മോൺസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന് അടിച്ചിട്ടു. ബാക്കി രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. എൻ്റെ കയ്യിൽ പിന്നെ ഒരു വെപ്പണുണ്ട്. ഈ വെപ്പൺ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം. ആ സാധനം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വെടി വെച്ചിട്ടുണ്ട്. ആ, ചത്തു എന്ന് തോന്നണേ. ഞാൻ പക്ഷെ കണ്ണുമ്പളേക്കല്ല വെടി വെച്ചേ. ആ, അതിപ്പോൾ സീനില്ല. ആ, ചത്തുണ്ടാവും. ഒരു മിനിറ്റ്. ഇത് ചത്തിട്ടില്ല. ആ, എന്തെങ്കിലും ആട്ടെ, നമുക്കിവിടുന്ന് ഓടി രക്ഷപ്പെടാം. അയ്യോ, ഏതാ വഴി? എനിക്ക് വഴിയൊന്നും കാണാനില്ല. അയ്യോ, ഇതല്ല വഴി. നമുക്ക് വഴി തെറ്റി. നമുക്ക് മറ്റേ വഴി കൂടെ പോകണ്ടേ. അയ്യോ ചേട്ടാ, എന്നൊന്നും ചെയ്യല്ലേ. ഓ, ഇതേപോലെ വെടിയേക്കണ്ടേ. ശരി, ചാവങ്ങോട്ട്. ഞാൻ വെറുതെ 2 ബുള്ളറ്റ് വേസ്റ്റ് ചെയ്തു. അത് ചത്തിട്ടില്ല. അയ്യോ, ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വന്നല്ലോ. ഇതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കാം. ചാവ് 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 ചാവ്. എൻ്റെ പൊന്നട ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്തു. മാർക്കോ. ആ, ശരി എന്നാ. എൻ്റെ കയ്യിൽ ബോംബില്ല. ഞാൻ തിന്നല്ലേ. അയ്യ, ഛർദ്ദിച്ചോളൂ. നമുക്കിവിടെ പോയിസൺ അടിച്ചു. നമുക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ആ മറ്റേ സാധനേ ബാക്കിൽ നിന്നൊന്ന് അറ്റാക്ക് ചെയ്തു. അതുണ്ടായേ. ഇതിനങ്ങ് തീർത്ത് കളഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ലെറ്റ്സ് ഗോ. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ഇവിടെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പെണ്ണിനിപ്പോൾ ശ്വാസം വിടാൻ പറ്റണില്ല. ആ മോൺസ്റ്റർ ഇല്ലേ, അത് നമ്മുടെ മേത്ത് ഛർദ്ദിച്ചു.
അയ്യോ, ഞാനിപ്പോൾ എന്ത് പണി കാണിച്ചേ? മറ്റേ ഗണ്ണിൻ്റെ ബുള്ളറ്റ് കഴിഞ്ഞു. ഇപ്പം എൻ്റെ കയ്യിൽ പിസ്റ്റൽ മാത്രമുള്ളൂ. അയ്യോ, എൻ്റെ അടുത്തേക്ക് വരല്ലേ പ്ലീസ്. ആ, പിടിച്ചു. വീണ്ടും എൻ്റെ മേത്തേക്ക് ഛർദ്ദിക്കും. പിടിച്ച് തിന്നാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്കും ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കാം. എങ്ങനെയൊക്കെ സൈഡിൽ കൂടെ പോയി. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്ക് വേഗം മേലേക്ക് കയറാം. നമുക്ക് പിന്നെ നേരത്തെ പോയ്സൺ കിട്ടി. അതിനായിട്ട് ബ്ലൂ ഹെർബില് അത് യൂസ് ചെയ്താൽ മതി. അന്നേരം നമ്മുടെ പോയ്സൺ പോവും. നമുക്ക് സാധാ ഹീലിങ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ഫുള്ളായി. ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നേരെ ആ ഡോറിൻ്റെ അവിടേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ ഡോറിൻ്റെ അവിടേക്ക് എത്തിയേക്കാണ്. ഒരു മിനിറ്റ്, നമുക്ക് 6 വേണ്ടേ? 3 ഫ്ലഗ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി, 2 അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ 5 നമുക്കപ്പോൾ ഒരെണ്ണം കൂടിയും ആവശ്യമുണ്ട്. ആ ഒരെണ്ണം മിസ്സായ ഇനി വീണ്ടും അങ്ങോട്ടേക്ക് പോകേണ്ടി വരുമോ? അയ്യോ, അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയരുത്. എനിക്ക് ഇനി വയ്യ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ആ മോൺസ്റ്റേഴ്സിൻ്റെ നിന്ന് കടി കൊണ്ട് ചാവാൻ നേരം ഉണ്ടാവുള്ളൂ. അതെ, നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഡോറ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഡോറ് നമ്മൾ തുറന്നിട്ടില്ലേ? അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മോൺസ്റ്ററിൻ്റെ നിന്ന് കടി കിട്ടി. എനിക്ക് വീണ്ടും പോയ്സൺ കിട്ടി. നമുക്ക് ഈ ഡോറങ്ങ് ആദ്യം തുറക്കാം, എന്നിട്ട് ഹീൽ ചെയ്യാം. പോയ്സൺ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ ഹെർബില് അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ശരി. ഇവിടെ പിന്നെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ഈ ലിഫ്റ്റ് വഴി മേലേക്ക് കയറി പോവാം. ഇവിടെ ഒരു സോംബി ചത്ത് കിടക്കണ്ടല്ലോ. അതവിടെ കിടന്നോട്ടെ, ഞാൻ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണില്ല. ഇവിടെ പിന്നെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. ഇതെന്താ സംഭവം? ഗൺ പൗഡർ അല്ല, മറ്റേ റോൾ ഫിലിമാ. ഇവിടെ പിന്നെ എനിക്ക് പൗച്ച് കിട്ടിയിട്ടാ നമ്മുടെ ഇൻവെൻട്രി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഈ വഴിക്കൂടെ പോവാം. ഇവിടെ നിറച്ച സോംബീസാ, എനിക്ക് സൗണ്ട് കേൾക്കാണ്ട്. അയ്യോ, ഇതെന്തത്? ഇവിടെ ഇഷ്ടം പോലെ സോംബീസ് ഉണ്ട്, എല്ലാത്തിനും തീർത്തളയാം. അയ്യോ, ഇതിപ്പോൾ ഇവിടെ നിന്ന് ഭാഗ്യം എന്നെ പിടിച്ചില്ല. നമുക്കപ്പോൾ എല്ലാത്തിനും തീർത്തളയാം. ചാവട അങ്ങോട്ട്. അല്ല പിന്നെ നമുക്കിനി പതുക്കെ മുന്നോട്ട് നീങ്ങാം. ഇതെന്താ? നമുക്ക് മറ്റേ 6ാമത്തെ ഇത് കിട്ടി, മറ്റേ ഫ്ലഗ് കിട്ടി. ഇവിടെ ഒരു ഡോറുണ്ട്, ഈ ഡോർ നമുക്ക് തുറക്കാം. അതിൻ്റെ താക്കോല് നമുക്ക് നേരത്തെ കിട്ടിയേ. ഈ റൂമിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഗൺ പൗഡറാ. എന്തെങ്കിലും ആട്ടെ, ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. അതേപോലത്തെ ഒരു ഡോറ് ഇവിടെയും ഉണ്ട്, ഇത് നമുക്ക് തുറക്കാം. ഈ റൂമിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഇതെന്താ? റോൾ ഫിലിമാ. ഇത് ഗൺ പൗഡർ. നേരത്തെ നമുക്ക് റോൾ ഫിലിം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത് പോലീസ് സ്റ്റേഷനിലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതെന്താ? ഇവിടെ ഒരു സീക്രട്ട് വഴിയുണ്ട്, അത് കൊള്ളാം. ഇതന്നെ കയറി പോണ. നമുക്ക് പിന്നെ നോക്കാം. നേരത്തെ നമ്മളെ ആ ചെസ്സിൻ്റെ പീസ് കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ പീസ് പോയിട്ട് എടുക്കാം. അതിനു മുൻപേ നമുക്ക് ഈ വഴി കൂടെ പോവാം. ഇവിടെ കുറേ പോലീസുകാർ ചത്ത് എടുക്കുന്നുണ്ട്. ഇതെന്താ? കാസറ്റാ. ഇതൊക്കെ കൈ പിടിക്കാം. ഇത് പിന്നെ സീവറാ, ഇങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് ഈ പീസ് അങ്ങ് കയ്യിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 6 പീസായി. അതിനു മുൻപേ നമുക്ക് ഈ വഴി കൂടെ പോയി നോക്കാം. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ഈ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ എവിടെ എത്താൻ നമുക്ക് നോക്കാം. മേലേക്ക് പോവാ അടിയിലേക്ക് പോവാ? ഇത് മേലേക്ക് പോണേ. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, വില ബുള്ളറ്റാ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. മേലേക്ക് ഒരു വഴിയുണ്ട്. ഇത് ഏതാ സ്ഥലം? ഈ ഡോർ നമുക്ക് അൺലോക്ക് ചെയ്യാം. ഒരു മിനിറ്റ്,
ഈ സ്ഥലം കണ്ടിട്ട് എനിക്കവിടെ കണ്ടുപരിചയമുള്ള പോലെ. അല്ല, ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷനല്ലേ? ഇതാ മറ്റേ വഴി. ഈ വഴി കൂടെ പോയിട്ടാ മറ്റേ ആദ്യത്തെ ബോസ് ഫൈറ്റ് നടന്നേ. നമ്മളപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി. അത് കൊള്ളാം. നമുക്ക് പക്ഷേ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തി. ഇനി ഈ ഡോറില്ലേ, അത് നമുക്ക് അൺലോക്ക് ചെയ്യാം. ഇവിടെ പിന്നെ ആ ഡോറില്ലേ, അത് എങ്ങനെ അൺലോക്ക് ചെയ്യേണ്ടതെന്ന് പറയണ്ട്. ഇവിടെ ഇപ്പോൾ പറയണത് ദ റൂക്ക് ആൻഡ് നൈറ്റ് ആർ ഓൺ ദ സെയിം വാള്. ബിഷപ്പ് ആൻഡ് ക്യൂൻ ആർ ഇൻ നെക്സ്റ്റ് ടു ഈച്ച് അതർ. ദ ക്യൂൻ ആൻഡ് റൂക്ക് വെർ ഓപ്പോസിറ്റ് ഈച്ച് അതർ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടാ. ഈ റൂക്കും നൈറ്റും ഇല്ലേ, അത് ഒരുമിച്ചാവണമെന്ന്. ഇവിടെ ഞാൻ നൈറ്റ് വെച്ച് കൊടുത്തു. ഇവിടെ ഇപ്പോൾ നമുക്ക് റൂക്ക് വെച്ച് കൊടുക്കാം. ഈ സാധനം അതെങ്ങനെ ആയിക്കാണ്. ഇനി അടുത്തത് പറയണത് ബിഷപ്പും ക്യൂനും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്ന്. അത് മാത്രമല്ല, ക്യൂനും റൂക്കും ഓപ്പോസിറ്റ് ആവണമെന്ന്. മനസ്സിലായിട്ടുണ്ട്. ഇത് റൂക്ക്. റൂക്കിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ക്യൂന് വെച്ച് കൊടുക്കാം. ഇതല്ലേ ക്യൂന്? ഇത് കിങ് അല്ലേ? ഇത് ക്യൂനാ. ഓക്കെ, ക്യൂൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോൺ വെച്ച് കൊടുക്കാം. അതവിടെ കൊടുത്തിട്ടുണ്ട്, പോൺ പ്ലഗ് എന്ന്. ഇനി എന്താ ചെയ്യണ്ടേ? ബിഷപ്പും ക്യൂനും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ബിഷപ്പില്ലേ, അത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു അടുത്തല്ല. ഇനി ആ അറ്റത്തില്ലേ, ഇവിടെ നമുക്ക് കിങ് വെച്ച് കൊടുക്കാം. ലെറ്റ്സ് ഗോ. ആ ഡോറ് ഓപ്പണായി. എന്തെങ്കിലും ആവട്ടെ, ഈ ഡോറ് ഓപ്പൺ ആക്കാനാ ഇത്രയും ടൈം എടുത്ത്. നമുക്കിനി പോയിട്ട് ആ കൊച്ചിനെ രക്ഷിക്കാം. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ അകത്ത് ആ കൊച്ചുള്ള കറണ്ട് ഇല്ല എന്നാ. എന്നാൽ ശരി, നമുക്ക് പോയിട്ട് കറണ്ട് ഓണാക്കാം. ഇവിടെ അതിൻ്റെ സ്വിച്ച് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഓണാക്കണ. ഇത് മൊത്തം ഓണാക്കണ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ശരി, അത് ഓണായില്ലോ. ഇതൊരു പസിലായിരുന്നു. ഞാൻ പിന്നെ എന്തൊക്കെ ചെയ്തു. നമുക്കപ്പോൾ കൊച്ചിനെ പോയിട്ട് രക്ഷിക്കാം. എന്തത്? അയ്യോ, ഇതാരുടെ കയ്യാ? എനിക്ക് മനസ്സിലായി. ഇതാ മറ്റേ മോൺസ്റ്ററിൻ്റെ കയ്യാ. ഇനി ഇവിടെ വല്ല ബോസ് ഫൈറ്റ് നടക്കാൻ പോവാണോ? അതെനിക്കറിയില്ല. ഈ കൈ കുറേ നേരമായില്ലോ. ഈ കൈ ഞാൻ വെട്ടിക്കളയും. ആ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിലേക്ക് പോവാ. എന്തൊട്ടത് മേലെന്ന് പേടിപ്പിക്കണേ. നമ്മുടെ കയ്യിൽ പിന്നെ ഹീലിങ്സ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാ മോൺസ്റ്റർ തന്നെയാ. ഇതിനങ്ങ് തീർത്തളയാ. ആ കണ്ണുമ്മളേക്ക് വെടി വയ്ക്കാം. പുറത്തൊരു പെട സാധനം കിട്ടി. അതെ, നമുക്ക് ഇവിടുന്ന് ഓടിപ്പോവാം. ഈ സ്ഥലം മൊത്തം ശരിയല്ല. നല്ലൊരു സ്ഥലത്ത് എത്തട്ടെ, എന്നിട്ട് ഇതിൻ്റെ കാര്യം നോക്കിക്കോളാം. ഹീലിങ്സ് ഇല്ലേ, ഹീലിങ്സ് യൂസ് ചെയ്യാം. അയ്യോ, ഇതിപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ? ഇതേതാ സ്ഥലം? ഒരു കാര്യം ചെയ്യാം, ഈ സ്വിച്ച് അമർത്താം. ഈ സ്വിച്ച് അമർത്തിപ്പോൾ എന്താ സംഭവിച്ചേ? ആ കണ്ടെയ്നർ അങ്ങോട്ടേക്ക് പോയില്ലോ. ഈ സാധനം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വീണ്ടും ഒരു പെട സാധനം കിട്ടി. നിൽക്ക്, ഇതിന് തീർക്കേണ്ടി വരുമോ? ഇന്ന് ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയേ പറ്റുമോ? ആ കണ്ണുമ്മളേക്ക് വെടിവയ്ക്കാം. അപ്പോഴേ അയാൾക്ക് കൂടുതൽ ഡാമേജ് കിട്ടാ. ജസ്റ്റ് മിസ്. ഇപ്പം നമുക്ക് പടസാധനം കിട്ടിയേനെ. SMG വെച്ച് പടയ്ക്കാം. ഹെൽത്ത് പൂവുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ പോവാം. വേറെ റെയിലോടെ. ഇതിപ്പോൾ എന്തുണ്ടായേ? ഇയാൾ ചത്ത. ഒരു മിനിറ്റ്, ആ കണ്ടെയ്നറില്ലേ, അത് ഇങ്ങോട്ടേക്ക് വിളിക്കാം. ആ കണ്ടെയ്നറെ വേഗം വാ, സമയമില്ല. അതിപ്പോൾ വന്നിട്ട് ഇയാളെ ഇടിച്ചു തെറിപ്പിക്കും. ലെറ്റ്സ് ഗോ. അയ്യോ, ഇയാൾ അടിയിലേക്ക് പോയില്ലല്ലോ. അയ്യോ, അത് അടിയിലേക്ക് പോയില്ല. ഈ സ്വിച്ച് ഒന്നുകൂടെ അമർത്താം. ഇതേപോലെ ഒരു വട്ടം കൂടി ചെയ്യേണ്ടി വരും. അന്നേരം ഇയാൾ അടിയിലേക്ക് പോവും. അയ്യോ, ആ കണ്ടെയ്നർ അങ്ങോട്ടേക്ക് പോയല്ലോ.
എൻ്റെ പൊന്നെ പേട്ട സാധനം കിട്ടിയിട്ടുണ്ട്. അയ്യോ ചത്ത് ഹെൽത്തില് ഒരു ഹെൽത്ത് അടിക്കട്ടെ. ആ ഇപ്പം സീനില്ല. ഇയാളെ തീർക്കാനായിട്ട് എന്താ വഴി? ആ കണ്ടെയ്നറില്ലേ അത് ഒരു വട്ടം കൂടി വിളിക്കേണ്ടി വരും. ലെറ്റ്സ് ഗോ. അയാളിപ്പോൾ അവിടെ തളർന്ന് വീടുണ്ട്. എടാ കണ്ടെയ്നർ വേഗം വാ, ഇത് കുറേ ടൈം എടുക്കണല്ലോ. വേഗം വാ അതിപ്പോൾ എണിക്കും. ലെറ്റ്സ് ഗോ. ആ വീടാ വീഴ്. ഓക്കെ ഇയാൾ ഇപ്പോഴും അതുമ്പോൾ പിടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അയാളെങ്ങനെ അടിയിലേക്ക് വീണേക്ക എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഇതോടെ അയാളുടെ ശല്യം തീർന്നിട്ടില്ല. അയാൾ വീണ്ടും വരും. എന്തെങ്കിലും ആവട്ടെ. നമുക്കിനി പോയിട്ട് ആ കൊച്ചിനെ രക്ഷിക്കാം. ലെറ്റ്സ് ഗോ. അവൾക്കെന്നാലും എന്താണോ പറ്റിയേ? അവൾ പിന്നെ അവിടെ ബോധം പോയിട്ട് കിടക്കുക. ഷെറിമോളെ ആദ്യം അവിടെ കിടക്കുന്നുണ്ട്. ഓ ഈ പെണ്ണാലേ, ഇതാ കൊച്ചിൻ്റെ തള്ളേ. അയ്യോ ഇവളെ സോംബി അടിച്ച, അത് ഇൻഫെക്റ്റഡ് ആയില്ലോ. ഇവളുടെ അമ്മ എന്തൊട്ട് ചെയ്യണം അവിടെ എന്തൊട്ട് CCTV നോക്കണേ. ഷീ കാണ്ട് ബി സേവ്ഡെന്നാ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. താനൊക്കെ അവളുടെ തള്ളയാണോ? ഇവളെ രക്ഷിക്കേണ്ട പകരം അവളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന്. എടി കൊച്ചേ, നിന്റെ അമ്മ ആൾ ശരിയല്ല കേട്ടാ. അവൾ പറയണത് നിന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്ന്. നീ അതാലോചിച്ച് പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഓക്കെ ഗൈസ്, നമുക്കിനി ഈ കൊച്ചിനെ രക്ഷിക്കണം, അല്ലാണ്ട് ശരിയാവില്ല. അല്ലെങ്കിൽ കൊച്ച് സോംബിയായിട്ട് മാറും. ഇവിടെ പിന്നെ ഒരു കേബിൾ കാർ ഉണ്ട്. ഇതിലിപ്പോൾ കയറാൻ പറ്റുന്ന പറയണേ. ഓ ഈ കൊച്ചിൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. അത് കൊള്ളാം. ഇവളുടെ അമ്മ പിന്നെ ആൾ ശരിയല്ല. ഇവളുടെ അമ്മ പറയണത് ഇവളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന്. അതിപ്പോൾ ശരിയാവില്ലല്ലോ, നമ്മളെ രക്ഷിക്കും. നമുക്ക് ഈ കേബിൾ കാർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിനി നേരെ അടിയിലേക്ക് പോണേ. ഇതിപ്പോൾ എങ്ങോട്ടേക്ക് പോകണമെന്ന് എനിക്കറിയില്ലേ, നോക്കി നോക്കാം. ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്ത് എത്തേക്കാണ്. ഇത് ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല. നമ്മുടെ കയ്യിൽ പിന്നെ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഈ കൊച്ചിന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട്. ഈ കൊച്ചിൻ്റെ കയ്യിൽ മറ്റേ വാച്ച് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ ഡോറ് തുറക്കാൻ പറ്റും. ഇതെന്തത് 2 ഡോറാ? 3 ഡോറ്. പക്ഷെ എൻ്റെ പൊന്ന്, ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ആണല്ലോ. എന്നിട്ടും ഇവിടെ സോംബീസ് കയറി, അത് വേറെ കാര്യം. ഇൻവെസ്റ്റിഗേറ്റ് ദ ലാബ്, അംബ്രല്ല കോർപ്പറേഷൻ. ഈ കൊച്ചിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ടേ? നമുക്ക് തൽക്കാലം ഇവിടെ കിടത്താം. ഈ കൊച്ചിപ്പോൾ ഏത് സമയത്തും സോംബിയായിട്ട് മാറും. അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ ലാപ്ടോപ്പിൽ എന്തോ കാണിക്കുന്നുണ്ട്. ആൻറ്റിവൈറൽ ഏജൻറ്റാ. ആൻറ്റിവൈറസിൻ്റെ എന്തൊരു സംഭവം ഉണ്ട്. അത് ഈ കൊച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവള് നോർമലാവെന്ന് പറയണേ. അവളുടെ കയ്യിലുണ്ടായിരുന്ന വാച്ച് ഇവള് ഊരെടുത്തു. ഈ കൊച്ചിനത് ആവശ്യമില്ലല്ലോ, നമുക്കത് ആവശ്യമുള്ളത്. ഈ കൊച്ചിപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുക. എന്തെങ്കിലും ആട്ടെ, ഇന്ന് നമുക്ക് കയ്യിൽ വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.